നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർട്ടിന്റെ ഡബിൾ സർക്കുലേഷൻ മാനിനകത്തൊക്കെ ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യനം എന്ന് വരെ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് തുടങ്ങാൻ പോകുന്നത് പോർട്ടൽ സർക്കുലേഷനെ കുറിച്ചാണ്. അതിനു മുമ്പായി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ ഫുഡ് ഇൻ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എക്സാമിന്റെ പേപ്പേഴ്സിൽ എല്ലാവരും ഈ ഫുഡ് ഇൻ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് വരെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഡൈജഷന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസസിന്റെയും ആക്ഷൻസ്, ഇൻഡസ്ട്രിയൽ ജ്യൂസസ് ഏതൊക്കെയാണ്, അതിന് എന്തൊക്കെയായി മാറ്റുന്നു, ഏതൊക്കെ, അതുവരെ എല്ലാം എഴുതിയാലേ നമുക്ക് ആ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതാരും എഴുതിയിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസസ്, ഫുഡ് ഇൻ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാസ്ട്രിക് ജ്യൂസസിന്റെ ആക്ഷൻസ് ഒന്നും ആരും എഴുതിയിട്ടില്ല. അതും എഴുതിയാലേ പൂർണ്ണമായി കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ ഏതാന്ന് ചോദിച്ചാൽ കറക്റ്റ് ഈ ഒരു പാർട്ടാണ്. ആ നേരത്തെ എഴുതിയ പാർട്ടിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഈ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഏതൊക്കെയാണ്, അതിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അതും എഴുതിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കാൽവിൻ സൈക്കിൾ ചോദിച്ചപ്പോൾ പലപ്പോഴും എല്ലാവരും എഴുതിയിരിക്കുന്നത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഡാർക്ക് ഫേസ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ആ സൈക്കിളിനെ ഡാർക്ക് ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നു എന്ന് എഴുതിയാൽ മാത്രം പോരാ, ഡാർക്ക് ഫേസും കൂടി എഴുതണം. അതുപോലെ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് നോക്കി പഠിച്ചു വെച്ചിരുന്നാലും നോട്ട്സ് കൂടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പം നോട്ട്സിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തേക്കും, അതുകൂടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് പോർട്ടൽ സർക്കുലേഷൻ അല്ലെങ്കിൽ പോർട്ടൽ പര്യനം എന്നതിനെ കുറിച്ചാണ്. പോർട്ടൽ സർക്കുലേഷൻ എന്താണ്? ചില വെയിൻസ് അതെന്ന് വെച്ചാൽ ഹാർട്ടിൽ എത്തത്തില്ല, അതിനു മുന്നേ ഒരു ഓർഗനിൽ നിന്നും അടുത്ത ഓർഗൻ വരെ അത് പോവുകയുള്ളൂ. അതായത് സർട്ടൻ വെയിൻസ് ഡു നോട്ട് റീച്ച് ദി ഹാർട്ട്സ് ആൻഡ് ദേ ക്യാരി ബ്ലഡ് ഫ്രം ദി ഓർഗൻ ടു അതർ ഓർഗൻ. ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് മാത്രമേ എന്തുകൊണ്ട് ബ്ലഡ് ക്യാരി ചെയ്യുകയുള്ളൂ. ഇത്തരം ഈ വെയിൻസിനെ പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻസ് എന്ന് പറയും. ഇത്തരം വെയിൻസിനെ പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. ഇത്തരം പോർട്ടൽ വെയിൻസ് ഉൾപ്പെടുന്ന ഒരു പര്യന വ്യവസ്ഥയെ പറയുന്ന പേര് അല്ലെങ്കിൽ സിസ്റ്റത്തെ പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ പോർട്ടൽ വെയിൻസ് ഉൾപ്പെടുന്ന ബ്ലഡ് സർക്കുലേഷന്റെ ആ സിസ്റ്റത്തെ പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. പോർട്ടൽ സർക്കുലേഷൻ, പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ വെയിൻസ് ഒരു ഓർഗനിൽ നിന്നും അടുത്ത ഓർഗൻസ് വരെ മാത്രമേ എത്തുകയുള്ളൂ ഈ വെയിൻസ്, അല്ലാതെ ഹാർട്ടിൽ എത്തുകയില്ല. അപ്പൊ ഒരു ഓർഗനിൽ നിന്ന് എങ്ങനെയാണ് ഇത് അടുത്ത ഓർഗൻസിൽ എത്തുന്നത്? ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് ആയിട്ടാണ് അടുത്ത ഓർഗൻസിൽ എത്തുന്നതും കാപ്പിലറീസ് ആയിട്ടാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഒന്ന് നോക്കിയേ. ഇത് സിമ്പിൾ ന്യൂട്രിയൻസ് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും, ഈ സ്മോൾ ഇൻഡസ്ട്രീന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്മോൾ ഇൻഡസ്ട്രീനൊക്കെ പഠിക്കുമ്പം അതിന്റെ കറക്റ്റ് ആയിട്ട് ഡൈജഷൻ പഠിക്കണം. നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഞാൻ ആൻസർ പേപ്പർ നോക്കിയപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പലരും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോർഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കാതെ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാത്ത് ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഫ്രം ദി സ്മോൾ ഇൻഡസ്ട്രീൻ ടു ദി ഹാർട്ട്, അതായത് സ്മോൾ ഇൻഡസ്ട്രീനിൽ നിന്നും ഹാർട്ടിലേക്ക് എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് എത്തുന്നതെന്നുള്ള ആ ഒരു പാതയാണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. നോക്കിയേ, അതായത് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകൾ എവിടത്തെയാണ്? ഇൻഡസ്റ്റൈനിലെ കുടലിലെ കാപ്പിലറീസിൽ നിന്നും ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിരകളിലൂടെ അത് കഴിഞ്ഞ് കാപ്പിലറീസ് ഓഫ് ലിവറിലെ കാപ്പിലറീസിലെത്തും. ലിവറിലെ കാപ്പിലറീസ് കരളിലെ കാപ്പിലറീസിലെത്തും. കരളിലെ കാപ്പിലറീസിൽ നിന്നും അതുവഴി കരളിലെത്തുന്നു. കരളിൽ നിന്നും ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിരകൾ വഴി വീന കവ അല്ലെങ്കിൽ മഹാസിര, വീന കവ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, മഹാസിര, ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും, ഇൻഫീരിയർ വീനാക്കാവയും സുപ്പീരിയർ വീനാക്കാവയും എന്ന് നമ്മൾ പഠിച്ചു. ആ വീനാക്കാവ് വഴിയാണ് ഹാർട്ടിലെത്തുന്നത്. അപ്പം ഇൻഡസ്റ്റൈനിൽ നിന്നും ഹാർട്ടിലേക്കാണ് എത്തുന്നത്. ഇതൊരു ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. കാപ്പിലറീസ് ഓഫ് ഇൻഡസ്റ്റൈനിലേക്ക്, അതായത് കുടലിലെ ലോമികകളിൽ നിന്നും ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി കാപ്പിലറീസ് ഓഫ് ലിവർ, കരളിലെ കാപ്പിലറീസ് അല്ലെങ്കിൽ കരളിലെ ലോമികകളിലേക്ക് എത്തുന്നു. അതുവഴി കരളിലെത്തിയിട്ട് ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിരകൾ വഴി വീനാക്കാവ അല്ലെങ്കിൽ മഹാസിരയിലൂടെ ഹാർട്ടിലെത്തുന്നു. വീനാക്കാവ എന്ന് വെച്ചാൽ മഹാസിര. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പാത്ത് ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇൻഡസ്ട്രീൻ ടു ദി ഹാർട്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്നാലും പോർട്ടൽ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ
ഓരോ ഓർഗൻസിൽ നിന്നും അടുത്ത ഓർഗൻ വരെ എത്തുകയുള്ളൂ, ഹാർട്ടിൽ എത്താതെ. ചില വെയിൻസ്, ഹെപ്പാറ്റിക് വെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനിൽ നിന്നും അടുത്ത ഓർഗൻസ് വരെ എത്തുകയുള്ളൂ, അത് ഹാർട്ടിൽ എത്തുകയില്ല. ഒരു ഓർഗനിൽ നിന്നും കാപ്പിലറീസ് ആയിട്ട് മാറിയിട്ട് കാപ്പിലറീസ് വഴി അടുത്ത ഓർഗൻസിലും കാപ്പിലറീസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാപ്പിലറീസിന്റെ ഒക്കെ ആ ഒരു ചെറിയൊരു പടം നമ്മൾ പഠിച്ചു വെച്ചായിരുന്നു, അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ആ കാപ്പിലറീസ് ആയിട്ടാണ് എത്തുന്നത്. ഇതിനെയാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു കാപ്പിലറീസ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ, കുടലിലെ ലോമികകൾ വഴി എവിടെ എത്തുന്നു? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി കാപ്പിലറീസ് ഇൻ ദി ലിവർ വഴി ലിവറിൽ എത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു തോന്നലുണ്ടാവാം, ഈ സിമ്പിൾ ന്യൂട്രിയൻസ് എന്തിനാണ് ലിവറിൽ എത്തുന്നതെന്ന് നമുക്ക് ചിലപ്പം തോന്നലുണ്ടാവാം. നേരിട്ട് ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ലിവറിൽ എത്തുന്നു? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലോ ചാർട്ട്. സിമ്പിൾ ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഹാർട്ടിലേക്ക് വരുന്നതിന്റെ ഒരു പാത്താണ് അതിനകത്തുള്ളത്. അതിനകത്ത് പോർട്ടൽ വ്യവസ്ഥയും അടങ്ങിയിരിക്കുന്നു, പോർട്ടൽ സർക്കുലേഷനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചോദിച്ചതിന് ഏതാണ് ലിവറിന് എന്ത് പങ്കാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെറ്റബോളിസത്തിന്റെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെയും സെന്റർ ആണ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ സെന്റർ ആണ് ഈ ലിവർ എന്ന് പറയുന്നത്. ഈ ലിവറിൽ വെച്ച് സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘുപോഷകങ്ങൾക്ക് എന്ത് സംഭവിക്കും? ചില ചേഞ്ചസ് ഒക്കെ സംഭവിക്കും. എവിടെ വെച്ച്? ഈ ലിവറിൽ വെച്ച് ചില ചേഞ്ചസ് ഒക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ് ലിവറിലൂടെയും കൂടെ കടന്നു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ലഘുപോഷകങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ന്യൂട്രിയൻസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കിയേ. ഈ സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യും ഇൻ ദി ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസ് ആയിട്ടല്ല, ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദി ഫോം ഓഫ് ഗ്ലൈക്കോജൻ. രണ്ടാമത്തത് എനർജി റിലീസിങ് ഫ്രം ദി എവിടെ നിന്നാണ്? ഫാറ്റി ആസിഡിൽ നിന്നും. നമ്മൾ ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ഒക്കെ ഒരു ഡൈജഷൻ പറഞ്ഞതാണ്. അപ്പോൾ റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്, ഫാറ്റി ആസിഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യും. പിന്നെ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദി ഫോം ഓഫ് ഗ്ലൈക്കോജൻ, റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്, കൊളസ്ട്രോൾ പ്രൊഡ്യൂസിങ്. ഇത്രയും ചേഞ്ചസ് ആണ് ഈ ലഘു പോഷകങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ന്യൂട്രിയൻസിന് കരളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അത്രയും ആ ഒരു കാര്യം കൊണ്ടാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കരളിലൂടെ കടന്നിട്ട് എവിടെ എത്തുന്നത്? ഹാർട്ടിൽ എത്തുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൈക്കോജൻ സ്റ്റോർ, അതായത് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമായിട്ട്? ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതും എനർജി റിലീസ് ചെയ്യുന്നതും ഈ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് ഈ ലിവറിൽ കൂടെ കടന്നിട്ടാണ് ഹാർട്ടിലെത്തുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെറിയ ചെറിയ ഓരോ പാരഗ്രാഫുകളായിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനിയുള്ള പോർഷൻസ് നമ്മൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടഫ് പോർഷൻ ആയിട്ട് തോന്നും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഹാർട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ റിതമിക് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൊണ്ടാണ്. ഒരു ഹാർട്ട് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അതിന്റെ ഹാർട്ട് ബീറ്റ് കൊണ്ടാണ്. ഹാർട്ട് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നിലച്ചു പോകും. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഹാർട്ട് ബീറ്റ് മൂലമാണ് നമ്മുടെ ഹാർട്ട് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഹാർട്ട് ബീറ്റ് എന്തുകൊണ്ടുണ്ടാകുന്നത്? ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഹാർട്ടിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ്. അപ്പോൾ ഈ കൺട്രാക്ഷനെ കുറിച്ചും റിലാക്സേഷനെ കുറിച്ചും നമുക്കൊന്ന് പഠിക്കാം. ഹാർട്ട് ബീറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, കൺട്രാക്ഷനും റിലാക്സേഷനും. കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റോൾ എന്നും റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോൾ എന്നുമാണ്. കൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? സങ്കോചം. റിലാക്സേഷൻ എന്ന് വെച്ചാൽ വിശ്രാന്താവസ്ഥ, ഹാർട്ടിന്റെ റിലാക്സേഷൻ ചെയ്യുന്ന അവസ്ഥ. ആ കൺട്രാക്ഷനെ അത് CS എന്ന് ഓർക്കുക, RD എന്ന് ഓർക്കുക. കൺട്രാക്ഷൻ, സിസ്റ്റോൾ, റിലാക്സേഷൻ, ഡയസ്റ്റോൾ. അപ്പോൾ ഈ ഒരു കൺട്രാക്ഷനും റിലാക്സേഷനെയും കൂടെ ചേർന്ന് പറയുന്ന പേരാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. വൺ സിസ്റ്റോൾ ആൻഡ് ദി സബ്സിക്വന്റ്, സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ കൺട്രാക്ഷൻ, വൺ സിസ്റ്റോൾ ആൻഡ് ദി സബ്സിക്വന്റ് ഡയസ്റ്റോൾ ടുഗദർ കോൾഡ് ഹാർട്ട് ബീറ്റ്. അതായത് ഒരു കൺട്രാക്ഷനും റിലാക്സേഷനും സിസ്റ്റോളും ഡയസ്റ്റോളും തമ്മിൽ ചേരുമ്പോഴാണ് അതിനെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റോൾ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് സങ്കോചിക്കും, പിന്നെ വികസിക്കും, പിന്നെ സങ്കോചിക്കും, അങ്ങനെ ചെയ്യുന്നു. ഒരു സിസ്റ്റോൾ കഴിഞ്ഞിട്ടുള്ള ഡയസ്റ്റോൾ അത് എത്ര സെക്കൻഡ് ആണുള്ളത്?
0.8 സെക്കൻഡ് ആണുള്ളത്. ഒരു സിസ്റ്റോൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഡയസ്റ്റോളിന് എത്ര സെക്കൻഡ് ആണ് എടുക്കുന്നത്? 0.8 സെക്കൻഡ്. അതായത് ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും അതിന് 0.8 സെക്കൻഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ കൺട്രാക്ഷനായി റിലാക്സേഷനായി. കൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന് എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ ഇത് ഏട്രിയം, ഇത് അടുത്ത റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് വെൻട്രിക്കിൾ, ഇത് അടുത്ത വെൻട്രിക്കിൾ. മനസ്സിലായല്ലോ? അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഏട്രിയത്തിൽ നിന്നും, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് മാത്രമല്ല, ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യും. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യും ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ കൺട്രാക്ഷൻ മൂലം എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? വെൻട്രിക്കിളിൽ നിന്ന് എങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു, പൾമനറി ആർട്ടറി വഴിയല്ലേ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകും, ബ്ലഡ് ഫ്ലോ ചെയ്യും. വീണ്ടും അത് കഴിഞ്ഞിട്ട് അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴി പുറത്തേക്ക് പോകും. അപ്പോൾ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ മൂലം ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? വെൻട്രിക്കിളിലോട്ടും പിന്നീട് ഔട്ട്സൈഡ് ഓഫ് ദി ഹാർട്ടിന്റെ പുറത്തേക്കും ബ്ലഡ് ഫ്ലോ ചെയ്യും കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്. തിരിച്ച് അതിന്റെ റിലാക്സേഷൻ സമയത്ത് ഇതിന്റെ തിരിച്ചുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഹാർട്ടിന്റെ അറകളില് ബ്ലഡ് ഫില്ലാവുന്നു. അപ്പോൾ സിസ്റ്റോളിന്റെ സമയത്താണ് ഹാർട്ടിന്റെ പുറത്തേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഡയസ്റ്റോളിന്റെ സമയത്ത് ഹാർട്ട് വിശ്രമാവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, റിലാക്സേഷന്റെ സമയത്ത് അതിലേക്ക് ആ ഹാർട്ടിന്റെ അറകളില്, ചേംബേഴ്സില് ബ്ലഡ് നിറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ ചേംബേഴ്സ് കൺട്രാക്ട് ചെയ്യും. അതെനിക്ക് ഹാർട്ടിന്റെ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ അറകള് റിലാക്സേഷൻ അവസ്ഥയിലാവും. അപ്പോൾ ബ്ലഡ് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഹാർട്ട് ബീറ്റ് കഴിഞ്ഞ് നമുക്ക് അടുത്തതായി പൾസ് എന്താണെന്ന് നോക്കാം. പൾസ് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ടിന്റെ നമ്മൾ കൺട്രാക്ഷന്റെയും റിലാക്സേഷന്റെയും കാര്യം പറഞ്ഞു. ഈ ഹാർട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആർട്ടറീസിന്റെ വാളില്, ഭിത്തിയില്, ധമനികളുടെ വാളില്, ഭിത്തിയില് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഒരു വേവിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവും. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ആർട്ടറീസിൽ എന്ത് ചെയ്യും? ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ചലനം ഉണ്ടാവും, ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ആ ഒരു മൂവ്മെന്റിനെ പറയുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് പൾസ്? പൾസിന്റെ ഡെഫിനിഷൻ എന്താണ്? ദി വേവ് ലൈക്ക് മൂവ്മെന്റ് ഫോംഡ് ഡ്യൂ ടു ദി കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഫെൽറ്റ് ത്രൂ ഔട്ട് ദി വാൾസ് ഓഫ് ദി ആർട്ടറീസ്. ആർട്ടറികളുടെ അല്ലെങ്കിൽ ധമനികളുടെ ഭിത്തിയില് ഈ കൺട്രാക്ഷനും റിലാക്സേഷനും മൂലം, സങ്കോച വികാസങ്ങൾ മൂലം ഉണ്ടാകുന്ന തരംഗ രൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് പൾസ് ഇങ്ങനെ ഇവിടെ ചെക്ക് ചെയ്താൽ കൈയുടെ ഈ കൈത്തണ്ടയിൽ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് പൾസ് അറിയാം അല്ലെ? അത് ആ തരംഗ രൂപത്തിലുള്ള ചലനത്തും കൊണ്ടാണ് നമുക്ക് ഈ പൾസ് ഫീൽ ചെയ്യുന്നത്. ഈ പൾസ് നമ്മുടെ കൈത്തണ്ടയിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ, ചില നെറ്റിയുടെ ഭാഗത്ത് ഒക്കെ നമുക്ക് ഇത് അനുഭവപ്പെടാം. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലോട്ട് വരുന്ന ആർട്ടറീസിൽ അതിന്റെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ടാവും. ഈ റിലാക്സേഷൻ, ആ ഭിത്തികൾ ഉണ്ടാവുന്ന ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ചലനം, ഇതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി ഹാർട്ട് ബീറ്റ് കഴിഞ്ഞിട്ട് പൾസ് എന്താണെന്ന് പറഞ്ഞു. ഈ പൾസ് റേറ്റും ഹാർട്ട് ബീറ്റിന്റെ റേറ്റും സെയിം ആയിരിക്കും. അതായത് ഒരു മിനിറ്റില് 72 തവണയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പൾസ് റേറ്റും അതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഇവിടെ കയ്യിൽ പിടിച്ചു നോക്കി ഒരു മിനിറ്റ് നോക്കുമ്പോഴത്തേക്ക് 72 തവണ, അതായിരിക്കും നോർമൽ. അതാണ് പൾസ് റേറ്റ്. അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പൊ ഹാർട്ട് ബീറ്റ് ആയി, പൾസ് ആയി. ഇനി അടുത്തത്, അപ്പൊ പൾസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പൾസ് എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റിന്റെ ഫലമായി ഹാർട്ട് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഹാർട്ടിന്റെ ധമനികളിൽ അല്ലെങ്കിൽ ആർട്ടറീസിൽ ഉള്ള ഭിത്തിയിലെ ഒരു തരംഗ രൂപത്തിൽ ഒരു ചലനം ഉണ്ടാവുന്നു. ആ ചലനത്തെ പറയുന്ന പേരാണ് പൾസ് എന്ന് പറയുന്നത്. അതാണ് ഹാർട്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ തൊറാസിക് റീജിയനിൽ ഇരുന്ന് ഹാർട്ട് ഇടിക്കുമ്പോഴത്തേക്ക് അതിന്റെ പൾസ് റേറ്റ് നമ്മുടെ കയ്യിൽ അറിയുന്നത് ഈ ആർട്ടറീസ് വഴിയിട്ട് അതിന്റെ ഭിത്തിയിൽ ഉണ്ടാവുന്ന ആ ഒരു ചലനം കൊണ്ടാണ് നമുക്ക് പൾസ് ഇവിടെ അറിയാൻ പറ്റുന്നത്. ശരീരത്തിന്റെ ഈ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് പൾസ് റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് അത്രയാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കുന്നത് BP, ബ്ലഡ് പ്രഷർ. എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലഡ് പ്രഷർ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ തവണ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴും, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഹാർട്ടിൽ നിന്നും 70 ml ബ്ലഡ് ആണ് ഹാർട്ടിന്റെ പുറത്തേക്കുള്ള ആർട്ടറീസ് അല്ലെങ്കിൽ ധമനിയിലൂടെ പമ്പ് ചെയ്യുന്നത്. അതായത് എന്താണ് പറഞ്ഞത്?
ഹാർട്ട് ഓരോ തവണ കൺട്രാക്ട് ചെയ്യുമ്പോഴും, ഹൃദയം ഓരോ തവണ കൺട്രാക്ട് ചെയ്യുമ്പോഴും ഹൃദയത്തിൽ നിന്ന് 70 ml 70 മില്ലി ബ്ലഡ് ആണ് ധമനിയിലൂടെ, ആർട്ടറീസിലൂടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ അമിതമായി ഉണ്ടാകുന്ന ഈ ബ്ലഡ്, അമിതമായുള്ള ഈ പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളുടെ വാളില്, ഭിത്തിയില് ഒരു പ്രഷർ ഉണ്ടാക്കും. ആ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പ്രഷറിനെ പറയുന്നത്, ഹാർട്ട് കൺട്രാക്ഷനെ നമ്മൾ എന്താ പേര് പറഞ്ഞത്? സിസ്റ്റോൾ. അപ്പോൾ ആ സിസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ, കൺട്രാക്ട് ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷർ ഒരു നോർമൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 120 mmHg ആയിരിക്കും. അതെനിക്ക് ഇനി അടുത്തത് ഡയസ്റ്റോളിക് പ്രഷർ, അതായത് ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത്, ഹാർട്ട് വിശ്രമിക്കുന്ന ആ സമയത്ത് ഹാർട്ടിന്റെ അറകളിൽ ബ്ലഡ് നിറയും എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബ്ലഡ് നിറയുന്ന സമയത്ത് ചെറിയ ഒരു പ്രഷർ, ചെറിയ ആ ബ്ലഡ്, ആ ആർട്ടറീസിന്റെ ധമനിയുടെ ആ ഭിത്തിയിൽ ചെറിയൊരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെ പറയുന്ന പേരാണ്, അതായത് വിശ്രമിക്കുന്ന അവസ്ഥയെ നമ്മൾ പറയുന്നു, റിലാക്സേഷന്റെ അവസ്ഥയെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാവുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. ഇനി ഈ ഡയസ്റ്റോളിക് പ്രഷർ നോർമൽ വാല്യൂ എത്രയായിരിക്കും? 80 mmHg. അപ്പോഴും നോർമൽ ബ്ലഡ് റേറ്റിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ലാബിലോ ഒരു ഡോക്ടറുടെ അടുത്തോ ചെന്ന് നോക്കുമ്പോൾ ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് ഡോക്ടർ എന്ത് പറയും? 120/80 ആണെങ്കിൽ നോർമൽ. അതിൽ കൂടുതലാവുമ്പോൾ എന്ത് പറയും? നോർമൽ അല്ല, പ്രഷർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് തരും, അല്ലെ എക്സസൈസ് പറയും, അങ്ങനെ പല കാര്യങ്ങൾ പറയും. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ ആണ് ഈ 120 എന്ന് പറയുന്നത്, ഡയസ്റ്റോളിക് പ്രഷർ ആണ് 80 എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താണ് ഈ സിസ്റ്റോളിക് പ്രഷർ? ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദിസ് എക്സസ് ബ്ലഡ് ഓൺ ദി വാൾസ് ഓഫ് ആർട്ടറീസ് ഈസ് കാൾഡ് സിസ്റ്റോളിക് പ്രഷർ. പിന്നെ ഈ ഡയസ്റ്റോളിക് പ്രഷർ അതായത് 80 mmHg. അപ്പൊ 120/80 എന്നതാണ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്, ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും. ഹൈപ്പർ എന്ന് കേൾക്കുമ്പോഴേ ആലോചിച്ചോണം പ്രഷർ കൂടിയ അവസ്ഥ, ഹൈപ്പോ എന്ന് പറയുമ്പോൾ പ്രഷർ കുറഞ്ഞ അവസ്ഥ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല കാരണങ്ങളാൽ ഉണ്ടാവും. അത് നമ്മള് കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ, നമുക്ക് എക്സസൈസിന്റെ കുറവുണ്ടാകുമ്പോൾ, പിന്നെ ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, സ്മോക്കിംഗ് ഒക്കെ കൂടുതലാവുമ്പോൾ, ഇതൊക്കെയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ കൂടിയ അവസ്ഥ. അപ്പോഴെങ്ങനെയാവും? 120/80 കൂടുതലാവും. ഇനി പ്രഷർ കുറഞ്ഞ അവസ്ഥയുണ്ട്, അതും ഈ പ്രഷർ കൂടിയ അവസ്ഥ പോലെ തന്നെ ഒരുപക്ഷെ അതിലും ഗുരുതരമായി, രണ്ടും ഒരുപോലെയാണ്, ഗുരുതരമായി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. പ്രഷർ കൂടി ഓരോരുത്തർക്ക് മരണം സംഭവിച്ചു, അല്ലെ പ്രഷർ കുറഞ്ഞ് മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ പ്രഷർ കുറഞ്ഞെന്ന് പറയുമ്പോൾ ഈ 120/80 ഒക്കെ ആവും. 120/80 എന്നുള്ളത് ചിലപ്പോൾ ഒരു 50/40 എന്നൊക്കെ ഉള്ളത്, സിസ്റ്റോളിക് പ്രഷർ 50/40 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മരണം സംഭവിക്കാം. അതിൽ ലോ ആകുമ്പോഴേ വളരെ ഡേഞ്ചർ ആണ്. അപ്പോൾ അതാണ് ഈ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞ അവസ്ഥ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി ഫ്രം ദി ബ്ലഡ് ടു ദി സെൽ, എങ്ങനെയാണ് ഈ ലഘു പോഷകങ്ങൾ നമ്മുടെ സെൽസിലേക്ക് എത്തുന്നത്, ലിംഫിലേക്ക് എത്തുന്നത് എന്നൊക്കെയുള്ളതാണ്. ഫോർമേഷൻ ആൻഡ് ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ടെക്സ്റ്റില്. അതായത് ഇതെന്ന് പറഞ്ഞാല് ബ്ലഡ് കാപ്പിലറി ആണ്. ബ്ലഡ് കാപ്പിലറിയുടെ അകത്ത് കാണിക്കുന്ന ഈ റൗണ്ട് ഭാഗം എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ്, അതായത് അരുണ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കളാണത്. ഇനി ഇത് കാപ്പിലറി. ഇനി ഈ കാണിച്ചിരിക്കുന്നത് സെൽസ് ആണ്. ഈ സെൽസിനും ഈ കാപ്പിലറിക്കും ഇടയിലുള്ള സ്ഥലമാണ് ഇന്റർ സെല്ലുലാർ സ്പേസ്. ഏതാണ്? ഇന്റർ സെല്ലുലാർ സ്പേസ്. ഈ സെൽസിനും ഈ കാപ്പിലറിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇത് ലിംഫാണ്, ലിംഫ് കാപ്പിലറി ആണ് ഇത്. ഇനി അടുത്തത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് നമ്മുടെ ഈ ബ്ലഡ് കാപ്പിലറിയിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും എന്താണ് ഫ്ലൂയിഡ് പാർട്ട്, ഈ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ട് എങ്ങോട്ട് പോകും? ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് പോകും. അതായത് ബ്ലഡ് കാപ്പിലറിയിലൂടെ ഒഴുകുമ്പോൾ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് പാർട്ട് ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് പോകും. ഈ ഇന്റർ സെല്ലുലാർ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കാണിച്ചേക്കാം. ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് പോകും. ഇതെല്ലാം ഇന്റർ സെല്ലുലാർ, ഓരോ സെൽസിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് പോകും. അപ്പോൾ നോക്കിയാൽ ഇത് എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന്. നമ്മുടെ ഈ ബ്ലഡ് കാപ്പിലറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ബ്ലഡ് കാപ്പിലറിയിലെ
ചെറിയ പോഴ്സ് വഴി ഏതാണ് ഈ ഭിത്തിയിലെ ബ്ലഡ് കാപ്പിലറീസിന്റെ വാളിലുള്ള ഈ ഭിത്തിയുടെ ചെറിയ പോഴ്സ് വഴി മൈന്യൂട്ട് പോഴ്സ് വഴി എന്ത് ചെയ്യും ഈ ഫ്ലൂയിഡ് പാർട്ട് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് ദ്രവഭാഗം എങ്ങോട്ട് പോകും ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് പോകും ഈ സെൽസിനിടയിലുള്ള ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് പോകും എന്താണ് പറഞ്ഞത് ഈ ബ്ലഡ് കാപ്പിലറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് ദ്രവഭാഗം എന്ത് ചെയ്യും ഈ കാപ്പിലറീസിന്റെ വാളിലെ ചെറിയ സുഷിരങ്ങൾ വഴി ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് പോകും ഈ ഇന്റർ സെല്ലുലാർ സ്പേസിൽ എത്തിയേക്കുന്ന ഈ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടിനെ പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഞാൻ ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് ടിഷ്യൂ ഫ്ലൂയിഡ് അപ്പോൾ ഈ ഇന്റർസെല്ലുലാർ സ്പേസിലൊക്കെ കാണുന്നത് ഈ മൈന്യൂട്ട് കാപ്പിലറീസിന്റെ മൈന്യൂട്ട് പോഴ്സിലൂടെ സുഷിരത്തിലൂടെ പോകുന്ന ഫ്ലൂയിഡ് പാർട്ടാണ് അതാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവുകയില്ല റെഡ് ബ്ലഡ് കോർപ്പസൽസ് കാണില്ല ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് കാണുകയില്ല പ്ലേറ്റ്ലെറ്റ്സും കാണുകയില്ല എന്തൊക്കെയാ ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെയില്ല റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഇല്ല ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ വലിയ പ്രോട്ടീൻ മാംസ്യ തന്മാത്രകളില്ല പിന്നെ പ്ലേറ്റ്ലെറ്റ്സും കാണപ്പെടുന്നില്ല മനസ്സിലായോ ഈ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ സെൽസിൽ എത്തുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി അതായത് ഈ പദാർത്ഥങ്ങളുടെ വിനിമയത്തിന് പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഈ സെൽസും ഈ ടിഷ്യൂ ഫ്ലൂയിഡാണ് ഈ കാപ്പിലറീസിൽ നിന്നും സെൽസിലേക്ക് ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ എത്തുന്ന ഒരു രീതി നമുക്ക് ഏകദേശം ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിരിച്ച് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് മെറ്റീരിയൽസ് വീണ്ടും ബ്ലഡ് കാപ്പിലറീസിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ കാപ്പിലറീസിന്റെ ചെറിയ പോഴ്സിലൂടെ വാളിന്റെ ചെറിയ സുഷിരത്തിലൂടെ ഊസ് ഔട്ട് ചെയ്യുന്ന പുറത്തേക്ക് വരുന്ന ഈ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പേരാണ് പറഞ്ഞത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു ഈ ടിഷ്യൂ ഫ്ലൂയിഡും ആക്ച്വലി ഈ ടിഷ്യൂ ഫ്ലൂയിഡും സെൽസുമാണ് ഈ പദാർത്ഥത്തിന്റെ വിനിമയത്തിന് പ്രധാനമായ റോൾ വഹിക്കുന്നത് ദി ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ദി സെൽസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പദാർത്ഥങ്ങളുടെ വിനിമയത്തിന് ഈ സെൽസും ഈ ടിഷ്യൂ ഫ്ലൂയിഡും ആണ് പ്രധാനമായ പങ്ക് വഹിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെയില്ല RBCs ഒന്നുമില്ല പിന്നെ ലാർജ് പ്രോട്ടീൻ മാംസ്യ തന്മാത്രകളൊന്നുമില്ല പ്ലേറ്റ്ലെറ്റ്സും ഇല്ല ഈ ടിഷ്യൂ ഫ്ലൂയിഡ് പിന്നെ എങ്ങോട്ട് തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡിലേക്കും ഈ ലിംഫിലേക്കും അബ്സോർബ് ചെയ്യും ഈ ലിംഫിനകത്ത് കാണപ്പെടുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നു ഈ ലിംഫിനകത്ത് കാണപ്പെടുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫ് ഫ്ലൂയിഡ് അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് അത്രയൊക്കെ പഠിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും ഇത്രയും മതി കേട്ടോ അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയേ ഈ കാപ്പിലറീസിലൂടെ ഊസ് ഔട്ട് ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് പാർട്ട് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടിനെ പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഈ ടിഷ്യൂ ഫ്ലൂയിഡും ഈ സെൽസുമാണ് ഈ ഏതിന്റെയാണ് പദാർത്ഥങ്ങളുടെ വിനിമയത്തിന് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ലിംഫിൽ കാണപ്പെടുന്ന ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫിലേക്കും ബ്ലഡ് വെസൽസിലേക്കും ഈ ബ്ലഡിലേക്കും ആഗിരണം ചെയ്യപ്പെടും ഈ ലിംഫിൽ കാണപ്പെടുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫ് ഫ്ലൂയിഡ് എന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അപ്പോൾ നമുക്കറിയാം ഈ ബ്ലഡിനെ പോലെ തന്നെ ലിംഫും എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് പദാർത്ഥങ്ങളുടെ വിനിമയത്തിന് ഈ സെൽസിലോട്ട് നമ്മുടെ ഈ സിമ്പിൾ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം ബ്ലഡിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ് സർക്കുലേഷൻ ഓഫ് ലിംഫിന്റെ സർക്കുലേഷനും അത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നതാണ് അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ പഠിച്ചു ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ഒക്കെ അബ്സോർപ്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അബ്സോർബ് ചെയ്യുന്നത് ലിംഫ് വെസൽ അല്ലെങ്കിൽ ലാക്റ്റിയിലേക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ലാക്റ്റിയിലൂടെ നമ്മൾ എവിടെയാണ് എത്തുന്നത് ഈ സെൽസിലാണ് എത്തുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു പിക്ചർ ഇപ്പൊ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് സെൽസിലോട്ട് അബ്സോർബ് ചെയ്യുന്നതും എങ്ങനെയാണ് ലിംഫിലൂടെയും ബ്ലഡിലൂടെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇനി നമുക്ക് ലിംഫിനെ കുറിച്ച് പഠിക്കാം ലിംഫ് എന്താ വെച്ചാൽ ഈ ബ്ലഡിൽ നിന്ന് തന്നെ ഫോം ചെയ്തിട്ട് ഓക്കെ ലിംഫ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് പാസസ് ത്രൂ ദി ലിംഫ് ഡക്റ്റിലൂടെ പോയി ഈ ബ്ലഡിൽ നിന്നും ഫോം ചെയ്യുന്ന ലിംഫ് ഡക്റ്റിലൂടെ പോയിട്ട് എങ്ങോട്ട് തന്നെ തിരിച്ചു പോകും ബ്ലഡിലോട്ട് തന്നെ തിരിച്ചു പോകും ഏതിനടുത്ത് ഹാർട്ടിനടുത്താണ് എത്തുന്നത് അപ്പൊ ലിംഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്തിട്ട് ലിംഫ് ഡക്സിലൂടെ പോയിട്ട് എവിടെ എത്തും ഈ തിരിച്ച് ബ്ലഡിൽ തന്നെ എത്തും ലിംഫ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് പാസസ് ത്രൂ ദി ലിംഫ് ഡക്ട് ആൻഡ് റീച്ചസ് ദി ബ്ലഡ് നിയർ ദി ഹാർട്ട് മനസ്സിലായോ
അപ്പോൾ നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റം അല്ലെ, ഈ ലിംഫിന്റെ വ്യവസ്ഥ ബ്ലഡ് സിസ്റ്റം പോലെ സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡിന്റെ സർക്കുലേറ്ററി സിസ്റ്റം പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഏത്? ലിംഫാറ്റിക് സിസ്റ്റവും. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ലിംഫ് ഉണ്ട്, ലിംഫ് കാപ്പിലറീസ് ഉണ്ട്, ലിംഫ് ഡക്ട്സ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തില് ലിംഫ് കാപ്പിലറീസ് ഉണ്ട്, ലിംഫ് ഉണ്ട്, ലിംഫിന് പുറമെ എന്തൊക്കെയുണ്ട്? ലിംഫ് കാപ്പിലറീസ് ഉണ്ട്, ലിംഫ് ഡക്ട്സ് ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്. അപ്പോൾ ഈ സിമ്പിൾ ന്യൂട്രിയൻസ് നമ്മുടെ സെൽസിൽ എത്തുന്നതിന് ബ്ലഡിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് ലിംഫ്. ഈ ലിംഫ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ബ്ലഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ലിംഫ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് ആൻഡ് പാസസ് ത്രൂ ദി ലിംഫ് ഡക്ട്സ് ആൻഡ് ദെൻ റീച്ചസ് ദി ബ്ലഡ് ത്രൂ നിയർ ദി ഹാർട്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫിന് പുറമെ ആരൊക്കെയുണ്ട്? ലിംഫ് കാപ്പിലറീസ്, ലിംഫ് ഡക്ട്സ്, ലിംഫ് നോഡ്സ്, സ്പ്ലീന്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതില് ഈ ലിംഫ് നോഡ്സും സ്പ്ലീനും നമ്മുടെ ഈ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ജേംസിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നതിന്, അവയെ പ്രതിരോധിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ലിംഫ് നോഡ്സും സ്പ്ലീനും ഡിസീസ് കോസിങ് ആയിട്ടുള്ള നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ജേംസിനെതിരെ, രോഗാണുക്കൾക്കെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ ലിംഫ് നോഡ്സും സ്പ്ലീനും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ചെറിയ കാര്യം, ഈ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മുടെ ഹാർട്ടിൽ എങ്ങനെയാണ് ബ്ലോക്ക് രൂപപ്പെടുന്നത്, ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹാർട്ടിലെ ഈ ആർട്ടറി അല്ലെങ്കിൽ ധമനിയിൽ നമ്മൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനിയുടെ വാളിൽ ഈ കൊഴുപ്പ് അങ്ങ് അക്യുമുലേറ്റ് ചെയ്യും. ഈ കൊഴുപ്പ് അങ്ങ് രൂപപ്പെടും. കൊഴുപ്പ് ഇങ്ങനെ ആ വാളിൽ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതലായി നമ്മൾ കഴിക്കുമ്പോൾ ഈ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനിയുടെ വാളില് ഈ കൊഴുപ്പ് അങ്ങ് അക്യുമുലേറ്റ് ചെയ്യും. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് അതീറോസ്ക്ലീറോസിസ് എന്ന് പറയും. ഈ അവസ്ഥയെ പറയുന്ന പേരെന്താണ്? അതീറോസ്ക്ലീറോസിസ്. അപ്പോൾ ഈ കൊഴുപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് മൂലം ഈ വാളിന്റെ, ഈ ഭിത്തിയുടെ, ആർട്ടറീസിന്റെ വാളിന്റെ ഇലാസ്റ്റിസിറ്റി അങ്ങ് നഷ്ടപ്പെടും, ഇലാസ്തികത അങ്ങ് നഷ്ടപ്പെടും. എന്നിട്ട് ഇതിന്റെ ഇന്നർ വാള് പരിപരുത്തതായി റഫായിട്ട് മാറും. ഈ റഫായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ ഹാർട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിസ്റ്റോൾ സമയത്ത്, അതിന്റെ കൺട്രാക്ഷൻ സമയത്ത് നല്ല രീതിയിൽ ബ്ലഡ് പുറത്തേക്ക് വരും. ആ ബ്ലഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ആർട്ടറീസ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ആർട്ടറീസിന്റെ വാളിലൊക്കെ കൊഴുപ്പ് കൂടുതലായിട്ട് അങ്ങ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ വ്യാസം അങ്ങ് കുറയും, ബ്ലഡ് ഒഴുകാനുള്ള ഒരു ഉൾവ്യാസം അങ്ങ് കുറയും. അപ്പോൾ ഇതിന്റെ ഈ വാളിന്റെ ഇലാസ്റ്റിസിറ്റി അങ്ങ് ഇലാസ്തികതയും നഷ്ടപ്പെട്ടിട്ട് ഇന്നർ വാള്, അകത്തെ ഭിത്തി എന്ത് ചെയ്യും? പരിപരുത്തതായി മാറും. അപ്പോൾ അതിന്റെ ഇത് പൊട്ടാനുള്ള സാധ്യത കൂടും. അങ്ങനെ ആ സമയത്ത് അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBC എന്ത് ചെയ്യും? ഇതിനകത്ത് ക്ലോട്ടായിട്ട് മാറും, ബ്ലോക്ക് ആയിട്ട് മാറും. ഇതിന്റെ ഭിത്തിയിൽ ഈ അരുണ രക്താണുക്കൾ പറ്റി പിടിച്ചിരുന്നിട്ട് ക്ലോട്ടായിട്ട് മാറും. അതിനെയാണ് പറയുന്നത് അരുണ രക്താണുക്കൾ അങ്ങ് പറ്റി പിടിച്ചിരിക്കും. അപ്പൊ അതൊരു ക്ലോട്ടായിട്ട് മാറും. അപ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ പറയും. അത് കൂടുതലായി കഴിഞ്ഞാൽ അറ്റാക്കിലേക്ക് നയിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹാർട്ടിന്റെ ആർട്ടറിയിൽ അല്ലെങ്കിൽ ധമനിയിൽ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ഹാർട്ടിൽ അതിനകത്ത് കൊഴുപ്പ് അക്യുമുലേറ്റ് ചെയ്യും. ആ അവസ്ഥയെ പറയുന്ന പേരാണ് അതീറോസ്ക്ലീറോസിസ്. അപ്പോൾ ഇത് കൂടുതലാകുമ്പോഴത്തേക്ക് ഹാർട്ടിന്റെ ആ വാൾസിന് ഈ ആർട്ടറിയുടെ വാളിനെല്ലാം അതിന്റെ ഇലാസ്റ്റിസിറ്റി, ആ ഒരു ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും അതിന്റെ അകത്തെ ഭിത്തി റഫായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ആർട്ടറീസിന്റെ ഉൾവ്യാസം അങ്ങ് കുറയും, പൊട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അപ്പോഴത്തെ സമയത്ത് ഈ RBCs അല്ലെങ്കിൽ അരുണ രക്താണുക്കള് ഇതിനകത്ത് പറ്റി പിടിച്ചിരുന്ന് ക്ലോട്ടായി മാറും. അപ്പോൾ നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുകയും അറ്റാക്കിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.